എന്താ രമേശ മുഖത്തൊരു വൈക്ലഭ്യം? പെണ്ണ് കണ്ട് മടുത്തു ചേട്ടാ, എനിക്കിനി പെണ്ണ് വേണ്ട. അങ്ങനെ പറയാതെ രമേശ, നിനക്കും ഒരു പെണ്ണ് കിട്ടും. കിട്ടിയാ കൊള്ളാം. ഞാൻ പറയാം. വേണ്ട, പിള്ള വായിൽ വലിയ വർത്തമാനം വേണ്ട. എന്നാലും കഴിഞ്ഞ ആഴ്ച വല്ലാത്ത അനുഭവമായി പോയി. എന്താണോ പറ്റിയേ? കാരപ്പറമ്പിൽ ആ പെണ്ണിന്റെ വീട്, നല്ല കുടുംബം, പെണ്ണോ സുന്ദരി. എന്നിട്ട് എന്തു പറ്റി? ജാതകമൊത്തില്ലേ? എല്ലാം ഒത്തു വന്നതാ. ഞങ്ങളാണെ ഫേസ്ബുക്ക് വഴി നല്ലവണ്ണം പരിചയപ്പെടുകയും ചെയ്തു. എത്രയാ വയസ്സ്? 19 വയസ്സാ. ഡേറ്റ് ഓഫ് ബർത്തോ? ആഗസ്റ്റ് 15-ന്. ഓ, സ്വാതന്ത്ര്യ ദിനത്തിനല്ലേ? അതെ അതെ. അടുത്ത വീട്ടിലെ പയ്യനുമായി അവൾ ഒളിച്ചോടി. ഭാഗ്യം അവള് നിന്റെ തലയിലായില്ലല്ലോ. ആഗസ്റ്റ് 15-നാണെന്ന് കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ അവക്ക് സ്വാതന്ത്ര്യം കുറച്ചു കൂടി പോയി. ദീപു, എനിക്ക് ഭാവിയില് ഫെബ്രുവരി 29-ാം തീയതി ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഭാര്യയായിട്ട് വേണ്ടത്. ഓ, ജന്മദിന സമ്മാനം. ഞാൻ പറയാം, 4 വർഷത്തിലൊരിക്കൽ കൊടുത്താ മതിയല്ലോ. നീ എന്റെ ക്ലാസ്മേറ്റ് ശശിയുടെ മോനാണെന്ന് കരുതി തോന്നിയതുപോലെ അങ്ങനെ ഓടിക്കാൻ ഒക്കുവോ? മേലിൽ ഇല്ല അങ്കിൾ, ഇനി ഉണ്ടാവില്ല, ഉറപ്പ്. അച്ഛന്റെ ക്ലാസ്മേറ്റ് ആ രാജേന്ദ്രൻ SI, പുള്ളിയെ കൊണ്ട് ജീവിക്കാൻ ഒക്കുന്നില്ലല്ലോ. നിന്നെ പൊക്കിയോ? പൊക്കി. എന്നോട് പറഞ്ഞ മേലിൽ കാർ ഓടിക്കരുതെന്ന്. അവനായതുകൊണ്ട് വിട്ടു. ഓരോരോ ഏടാകോടും ഒപ്പിക്കും. ഇനി മേലിൽ ആ കാറ് തൊട്ടു പോകരുത്. ഇന്നു മുതൽ കാറിന്റെ ഡോറിന്റെ മോള് കൈ വെച്ച. ഓ ശരി ശരി. എന്തൊരു ബോറടി. വിട്ടാലോ? എങ്ങോട്ട്? ഒന്ന് കാറിൽ റൗണ്ട് അടിച്ചാലോന്ന്. എടാ, പോലീസ് നിന്നെ പിന്നെയും പൊക്കും. ഒരു തവണ ചക്ക വീണ് മുയല് ചത്തെന്ന് കരുതി അച്ഛൻ കാറിന്റെ ഡോറിൽ കൈവച്ചാൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ? നമുക്ക് ഡിക്കി വഴി കേറാം, നീ വാ. ചക്ക വീണ്ടും വീണു, കേട്ടോടാ മുയലേ. ദൈവമേ, അതേ വഴി, അതേ സ്ഥലം, അതേ പോലീസ്. അപ്പോ ഞാൻ അന്ന് പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? നാളെ മുതൽ റൗണ്ട് അടിക്കാൻ പുതിയ വഴി കണ്ടുപിടിക്കണമെന്ന കാര്യം. എന്താ അച്ഛാ മുഖത്തൊരു സന്തോഷം? നിന്റെ അമ്മ എന്നോട് പിണങ്ങി അവളുടെ വീട്ടിലോട്ട് പോവാൻ പോവാ. ആഹാ, അതിങ്ങനെ ഒപ്പിച്ചു? ഞാൻ ചുമ്മാ രാവിലെ അവളോട് ഒരു കാരണമില്ലാതെ വഴക്കിട്ടു. അമ്പടാ. നീ നോക്കിക്കോടാ, അവൾ ഇപ്പം അവളുടെ വീട്ടിലേക്ക് വിളിക്കും. ഞാൻ അങ്ങോട്ട് വരികയാണമ്മേ, ഇവിടെ ശരിയാവില്ല. അവരെന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. അവളുടെ അമ്മ എന്തേലും കുനിഷ്ടു പറഞ്ഞു കൊടുക്കും. പുള്ളിക്കാരനെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണമ്മേ. ഞാൻ അങ്ങോട്ട് വരികയാണമ്മേ. രക്ഷപ്പെട്ടടാ, അവള് പോവാ. നീയും കൂടെ കേക്ക്. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ അങ്ങോട്ട് വരിക. എനിക്ക് അങ്ങനെ സഹിക്കാൻ വയ്യ. ആണോ? ഇങ്ങോട്ടോ? അതെന്തിനാ? പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? നിനക്ക് തെറ്റിപ്പോയി മോളെ. അവനൊരു പണി കൊടുക്കാൻ ഇതല്ല വഴി. ഞാൻ അങ്ങോട്ട് വന്ന് താമസിക്കാം, എന്നാലേ നിന്നോട് ചെയ്തതിന് അവൻ പഠിക്കുകയുള്ളൂ. സന്തോഷായി അമ്മേ. മോനെ, വെളുക്കാൻ തേച്ചത് പാണ്ടായി. കറക്റ്റ്.